കരിഞ്ഞു. ഇന്ന് പൊയ്ക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. നിങ്ങളുടെ സ്നേഹവും ശുശ്രൂഷയും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ സഹായിക്കാൻ ഒരുങ്ങിയതുകൊണ്ടാണ് ഗോവിന്ദപിള്ള കൊല്ലപ്പെട്ടത്. ഒന്നുറങ്ങിയതുകൊണ്ട് നേരം വിളിക്കില്ലല്ലോ. സാർ ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും വീട്ടിൽ നിന്ന് ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഓ, അവിടെ കല്യാണമായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ആര് വരാനാ? അമ്മ പോരാനൊരുങ്ങിയാലും അവര് വിടില്ല. അന്നത്തെ ആ സംഭവം കാരണമായിരിക്കും സാറിന്റെ മുറപ്പെണ്ണ് ചേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. ഏത് സംഭവം? സാറിന്റെ ചേട്ടനൊരു വെപ്പാട്ടിയുണ്ട്, ശാന്തവുമായി. അവളാണ് സാറിനെ മുറി വന്ന് വരട്ടിയിട്ട് പോയത്. കഷ്ടകാലത്തിന് ആ പെണ്ണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോ സാറിന്റെ മുറപ്പെണ്ണ് ഈ മുറിയുടെ വാതിൽക്കൽ വന്നിരുന്നു. ലേഖ ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു സാറേ. ആ പിഴച്ച പെണ്ണിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കരഞ്ഞോണ്ട് പോകുന്ന കണ്ടു. ഈ ശാന്തകുമാരിയുടെ വീട് നാരായണൻകുട്ടിക്ക് അറിയാം? അറിയാം സാർ. നാരായണൻകുട്ടിയോ? ശാന്തകുമാരി ഇല്ലേ ഇവിടെ? ഒന്നും പറയണ്ട, അവള് ഭർത്താവിനെ കാണാൻ പോയിരിക്കുക. ഭർത്താവ് എന്ന് പറഞ്ഞാൽ? സാർ അറിയില്ല, ജയമോഹനൻ എന്ന് പറയും. ഇന്ന് എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞ അവള് പോയിരിക്കുന്നത്. അങ്ങനെ ആയാൽ കൊള്ളില്ലല്ലോ. എന്താ, എന്ത് പറ്റി? അവരുടെ എസ്റ്റേറ്റ് കാര്യത്തിലെന്ന് പറഞ്ഞു വന്നുവെന്നാണ് അവർ തമ്മിൽ അടുപ്പത്തിലായത്. വലിയ പണക്കാരനാണെന്ന് പറഞ്ഞ അവളെ രജിസ്റ്റർ കല്യാണവും കഴിച്ചത്. ഇപ്പൊ ഒരു കൊച്ചുമായി, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയില്ല. അതെന്താ? തിരക്കിയപ്പോഴല്ലേ അറിയുന്നത്. സ്വത്ത് മുഴുവനും അമ്മാവന്റെ മകളുടെ വകയാ. അവളെ കല്യാണം കഴിച്ച സ്വത്ത് മുഴുവൻ നമുക്ക് കിട്ടും. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ബംഗ്ലാവ് വെച്ച് നിന്നെ താമസിച്ചു കൊള്ളാവിടെയെന്ന് പറഞ്ഞ അവളെ നിർത്തിയിരുന്നത്. ഇന്നാള് വിളിച്ചോണ്ട് പോയി ഏതാണ്ടൊക്കെ വേഷം കെട്ടിച്ചു. എന്നിട്ട് ഒത്തിരി തല്ലി മേടിച്ചോണ്ട് അവള് തിരിച്ചു വന്നത്. ഏതായാലും പെര പണിയാനുള്ള കാശ് മേടിച്ചോണ്ടേ വരൂ. അവളെ എന്തിനാ തിരക്കിയത്? വിശേഷിച്ച് കാര്യമൊന്നുമില്ല. ഇതിലേ പോയപ്പോ ഇതുവഴി ഒന്ന് കയറിയെന്നേ ഉള്ളൂ. വരട്ടെ ചേച്ചി, ചിക്കിക്കോ. വന്നട്ടെ. ഒരു കഴുത്തങ്ങരിച്ച് കൊന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അച്ഛനൊരു പോലീസുകാരനായിരുന്നിട്ട് പോലും അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി നടന്നു? നമ്മള് പാവങ്ങളാ മോളെ. നമ്മുടെ കണ്ണീര് കാണാൻ ദൈവം മാത്രമേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ അമ്മേ? സഹായത്തിന് ഒരാൾ പോലും ഇല്ലാത്തവരാണ് മോളെ നമ്മൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലമ്മേ. ദൈവം ചില കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കും. മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കാം.
സ്റ്റേഷൻ? നമ്മൾ ഇത്ര പാടുപെട്ട് ശാന്തകുമാരിയെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവൾ അന്ന് എന്റെ മുറിയിൽ എന്തിനു വന്നു, ആര് പറഞ്ഞിട്ട് വന്നു എന്ന് എനിക്കറിയണം. തനിക്ക് വന്നേ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ, ശാന്തകുമാരിയാണല്ലോ ഇത്. Oh my God, she's dead. ഓടി വാ, സാറിന്റെ മുറിയിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. ഈ സ്ത്രീ ഇവിടെ വരുന്നത് കണ്ടോ? ഞാൻ ഇപ്പോഴാണ് വന്നത്. എനിക്കൊന്നും അറിയില്ല സാർ. എന്താ എന്താ ഇവിടെ? ഈ സ്ത്രീ എങ്ങനെ ഈ മുറി വന്നു? എനിക്കറിയില്ല. സത്യം പറയണം, ഇല്ല നിന്നെ കൊന്നളയും. എങ്ങനെ വന്നു? എന്നെ തലല്ലേ സാർ, ഞാൻ പറയാം സാർ, പറയാം. സാറിന്റെ ചേട്ടൻ ഇവിടെ വന്ന് സാറിന്റെ മുറിയുടെ താക്കോല് വേണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ മടിച്ചതാ. നിർബന്ധിച്ചപ്പോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എടുത്തു കൊടുത്തു. എന്നിട്ട് ചേട്ടനും അവരും കൂടി മുറിയിൽ കയറി കഥ കടച്ചു. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല സാർ. ചേട്ടന്റെ വെപ്പാറ്റിയുടെ ശവശരീരം എന്റെ മുറിയിൽ എങ്ങനെ വന്നു? ജീവൻ വേണമെങ്കിൽ സത്യം പറയണം. ഞാൻ പറയാം. ലേഖയെ ഞാൻ വിവാഹം ചെയ്ത ശേഷം ശാന്തകുമാരി എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളുമായുള്ള ബന്ധം ലേഖ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. വീട് വയ്ക്കാൻ 1,00,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ ഇന്നലെ എന്റെ അടുത്ത് വന്നു. ഞാൻ അവളെ രഹസ്യമായി ബാലഗംഗാധരന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. നിനക്ക് വീട് പണിയാൻ പണമല്ലേ ആവശ്യം? അതേ മുതലാളി. ഇന്നിപ്പോ ബാങ്ക് സമയം കഴിയും. നാളെ ജയം തന്നില്ലെങ്കിൽ ഞാൻ തരാം. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? മുതലാളിയെ എനിക്ക് വിശ്വാസമാ. എന്നാൽ നീ ഇന്ന് ഹോട്ടലിൽ താമസിക്കും. നാളെ രാവിലെ രൂപയായിട്ട് പോവാം. ശരി മുതലാളി. നിനക്ക് രാത്രി ആഹാരം ഞാൻ ഇവിടെ നിന്ന് കൊടുത്തയക്കാം. ഈ ഉണ്ണുണ്ണി കൊണ്ടുവന്നത്. ശരി മുതലാളി. ജയൻ, ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ റൂം എടുത്ത് കൊടുക്ക. വരൂ ശാന്തമേ. പിന്നെ പണം നാളെ തന്നെ കൊടുക്കണം. ബാങ്ക് തുറന്ന ഉടനെ എടുത്ത് കൊടുത്തേക്കാം. ഉണ്ണുണ്ണി. ഏറ്റു മുതലാളി. ഞാൻ അവളെയും കൊണ്ട് ഹോട്ടലിൽ വന്നപ്പോൾ നീ സ്ഥലത്തില്ലെന്നും
രാത്രി വൈകിയെ മടങ്ങിയെത്തുമെന്ന് അറിഞ്ഞു. ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കുറ്റം നിന്റെ പേരിൽ ചുമത്താനായി ഞാൻ അവളെ നിന്റെ മുറിയിലാക്കിയിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആഹാരവുമായി ഉണ്ണുണ്ണി അവളുടെ മുറിയിൽ ചെന്നു. മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഇതാണ് നടന്നത്. ലേഖയെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവളെ വിവാഹം ചെയ്യാനും അവൾ സ്നേഹിച്ചിരുന്ന നിന്നെ നശിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്കൂ അനിയ. എനിക്ക് മാപ്പ് തരൂ. ഇല്ല. കൊലപാതകയായ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നാൽ ദൈവം പോലും അത് പൊറുക്കില്ല. നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ലേഖേ, നിന്റെ കുടുംബജീവിതം ഭദ്രമായിരിക്കാൻ വേണ്ടി നിന്റെ ഭർത്താവിനെ ഞാൻ വിടുന്നു. ഈ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. എങ്കിലും നിനക്ക് വേണ്ടി ആ കുറ്റം ഞാൻ ഏൽക്കുന്നു. Mr. Suresh, you are under arrest. കുട്ടി, നീ അയാളെ ഞാൻ കൊന്നു. എന്റെ അച്ഛനെ കൊന്ന ചെറുത്താനെ ഞാൻ വെട്ടിക്കൊന്നു. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് നീ ചെയ്തു. നാട്ടിലെ നല്ല മനുഷ്യർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇനിയും ഒരു കുരുക്ഷേത്രം കൂടിയേ തീരൂ. ആ ധർമ്മയുദ്ധത്തിന് നീ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു.